നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ ഫാസിസ്റ്റായി കാണാൻ കഴിയില്ല എന്ന് CPM-ന്റെ നയരൂപീകരണ രേഖയിലുണ്ട് എന്നതായിരുന്നു കുറച്ച് നാൾ മുമ്പ് വന്ന വാർത്ത. പക്ഷേ അതിനെതിരായി കൊണ്ട് CPM-നകത്തെ പല ആളുകളും അത്തരത്തിലൊരു സംഭവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പല സൈബർ സഖാക്കളും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന പല CPM അനുഭാവമുള്ള പല ആളുകളും പറഞ്ഞത് അത്തരത്തിലൊരു രേഖയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ AKG സെന്റർ ഇവിടെ നിൽക്കുമോ? കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്താൻ സാധിക്കുമോ? എന്നാൽ ഇന്ദിരാഗാന്ധി അർദ്ധ ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്നു എന്നും ജവഹർലാൽ നെഹ്റുവിന് ഒരു ഫാസിസ്റ്റ് സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നുവെന്നും കാണാതിരിക്കരുതെന്നും അടിയന്തരാവസ്ഥയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ AK ബാലനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ EP ജയരാജൻ ഒരു കാര്യം പറഞ്ഞത് RSS-ഉം BJP എന്നൊക്കെ പറയുന്നത് ഒരു ഫാസിസ്റ്റ് ആശയമുള്ള ഇതാണ്. അപ്പം അതിനെ അങ്ങനെ ഈ പറയുന്ന പോലെ ഫാസിസ്റ്റ് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് EP ജയരാജൻ ഇന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെയാണ് MV ഗോവിന്ദൻ മാഷ് ക്ലിയർ ആയിട്ട് മറ്റു കാര്യം പറയുന്നത്. അപ്പം CPM-ന് എന്താണ് സംഭവിച്ചത്? CPM-ന് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ? എന്തായിരിക്കും? അല്ല, CPM-ന് ഒരു ദേശീയ രാഷ്ട്രീയ നിലപാട് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നിൽ വെക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരാശയ പ്രശ്നം നേരത്തെ മൂന്നാല് ബദൽ എന്നെല്ലാം പറഞ്ഞ് കൃത്യമായിട്ട് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയായിരുന്നു. കോൺഗ്രസിനും BJP-ക്കും എതിരായിട്ടുള്ള മൂന്നാം ബദലാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു രീതി മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് സാധ്യമല്ല. കാരണം വെച്ചാൽ കേന്ദ്രത്തിലുള്ള മോദി ഗവൺമെൻറ്റിനെതിരെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാസഖ്യം രൂപീകരിക്കുകയും അതിലൊരു ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. അപ്പോൾ കേരളത്തിൽ ആ മൂന്നാം മുന്നണിയുടെ മുഖ്യ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിനെതിരെയുമാണ് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാമാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിൽ CPM-ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫാസിസത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മുസോളിനിയെയും അതേപോലെ തന്നെ ഹിറ്റ്ലറെയുമാണ് പഠിക്കുന്നത്. ഹിറ്റ്ലറും മുസോളിനിയും, ഫാസിസം എന്ന് പറയുന്ന വാക്ക് തന്നെ കൊണ്ടുവന്നത് മുസോളിനിയാണ്. അപ്പോൾ മുസോളിനിയുടെ പ്രവർത്തന രീതികളുമായി പലപ്പോഴും RSS-ന്റെ പ്രവർത്തനങ്ങളെ CPM താതാത്മ്യം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് EP ജയരാജൻ RSS അങ്ങനെ ഫാസിസ്റ്റ് അല്ല എന്ന് പറയേണ്ടതില്ല, അതിനൊരു ഫാസിസ്റ്റ് സ്വഭാവമുണ്ട് എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് വിശദീകരിക്കാൻ ഒന്നും ഈ സമയത്ത് ശ്രമിക്കുന്നതിൽ കഥയില്ല. കാരണം അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം CPM എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിന് ഒരു ഫാസിസ്റ്റ് പ്രവണത ഉണ്ടായിരുന്നു എന്ന് CPM പറയുന്നതിന് CPM-ന് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. എന്താണ്? 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ വിമോചന സമര കാലത്ത് ആഭ്യന്തര കലാപത്തിന്റെ പേരിൽ പിരിച്ചുവിട്ട സർക്കാരാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാർ. അത് ഒരു ഫാസിസ്റ്റ് സ്വഭാവമാണ് വ്യാഖ്യാനിക്കാവുന്നത്. രണ്ടാമത്, ഇന്ദിരാഗാന്ധി 1975 ജൂണിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സിവിൽ റൈറ്റ്സ്, പൗരാവകാശങ്ങൾ മുഴുവനും കർട്ടയിൽ ചെയ്യപ്പെടും, ഇല്ലാതാക്കപ്പെട്ടു. വഴിയിലൂടെ നടക്കുന്നതായിട്ടുള്ള പല മനുഷ്യരെയും പിടിച്ചുകൊണ്ടുപോയി കുടുംബാസൂത്രണം നടത്തിയ കാലമായിരുന്നു അത്. നമുക്കറിയാവുന്നതായിരുന്നു. കല്യാണം കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, അവനെയൊക്കെ കൊണ്ടുപോയി കണ്ടിച്ചു വിട്ടു എന്നുള്ളത് ആ കാലത്തെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഡൽഹിയിൽ തുർക്കുമാൻ ഗേറ്റ് എന്ന് പറയുന്ന ചേരി മുഴുവനും ഇടിച്ചു നിരത്തി അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഹർമ്മ്യങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ മകനായിരുന്നു അതിന്റെ മുന്നിൽ നിന്നിരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ രാജൻ കേസൊക്കെ രാജൻ കേസ് നടക്കുന്ന ആ അടിയന്തരാവസ്ഥ ഉള്ള കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള രീതിയിൽ മർദ്ദനം നടത്തുകയും ഒരു വിദ്യാർത്ഥി രാജൻ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി. അപ്പോൾ കരുണാകരൻ അവിടെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം പങ്കെടുത്തായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ രാജൻ ഒരു പാട്ടുപാടി, കനകസിംഹാസനത്തിലിരിക്കുന്നവൻ ശുംഭനോ ശുനകനോ എന്നും പറഞ്ഞിട്ട് കരുണാകരൻ നോക്കിയാണ് പാടിയത്. ആ വൈരാഗ്യം, അദ്ദേഹം നക്സലായിരുന്നു, ആ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അക്കാലത്തെ വളരെ പ്രമുഖരായിട്ടുള്ള പുലിക്കോടൻ നാരായണനെ പോലെയുള്ള പോലീസ് ഓഫീസർമാർ അവരൊക്കെ അതിനകത്ത് ഇടപെട്ട് ഇയാളെ പിടിച്ചുകൊണ്ടുപോയി ഒലക്കെ കുരുട്ടി പായൽ പൊതിഞ്ഞ് കത്തിച്ച് ചാരമായിട്ട് കക്കയം ഡാമിൽ തള്ളി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലം നമുക്ക് സംഭാവന ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അർദ്ധ ഫാസിസ്റ്റാണ്. കുറെ കഴിയുമ്പോൾ ഇന്ദിരാഗാന്ധി തന്നെയാണ് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത്.
സമ്പൂർണ്ണമായിട്ടുള്ള പൂർണ്ണ ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് അർദ്ധ ഫാസിസ്റ്റ് ആണ് എന്ന് പറയും. മോദിയുടെ സർക്കാർ എന്ന് പറയുന്നത് ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്ന, മോദി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലെ ഭരണഘടനാ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കും. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അതിനൊരു നിഷ്പക്ഷ സ്വഭാവം പുലർത്തുന്നതിന് പഴയ കാലത്ത് പ്രധാനമന്ത്രി, അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, പിന്നെ ചീഫ് ജസ്റ്റിസ്, ഇവർ മൂന്നുപേരും അടങ്ങുന്ന ഒന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയായിരുന്നു. അത് മോദി വെട്ടി. മോദിയും മോദിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയും പിന്നെ പ്രതിപക്ഷ നേതാവിടെ വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. അങ്ങനെ ഇലക്ഷൻ കമ്മീഷനെ പോലും BJPയുടെ ഒരു യൂണിറ്റാക്കി മാറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന മോദിയുടെ പ്രവർത്തനത്തെയും ഫാസിസ്റ്റ് പ്രവർത്തനം എന്ന് പറയാം. AKG സെന്റർ ഇടിച്ചു നിരത്തിയാൽ മാത്രമാണ് ഈ ഗവൺമെന്റ് ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നതിൽ കഥയില്ല. കാരണം ഹിറ്റ്ലർ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രീതിയിലായിരുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിലൂടെ തിരഞ്ഞെടുത്ത ഹിറ്റ്ലർ കുറെ കഴിഞ്ഞ സമയത്ത് ആ ജനാധിപത്യത്തെ മുഴുവനും തച്ചുടച്ച് തകർത്ത് ഫാസിസ്റ്റ് ഭരണകൂടമായിട്ട് മാറി. 60 ലക്ഷത്തോളം വരുന്നതായിട്ടുള്ള ജൂതന്മാരെയാണ് ഗ്യാസ് ചേമ്പറുകളും അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ നിർമ്മിച്ച് ഇല്ലായ്മ ചെയ്ത്. ഗ്യാസ് ചേമ്പറുകളുടെ കഥ നമുക്കറിയാലോ. ഒരു 500 പേരെ ഒരു ഗ്യാസ് ചേമ്പറിൽ അടച്ചാൽ വിഷവാതകം നിറയ്ക്കുക. പെട്ടെന്നൊരു സ്വിച്ച് ഒരു ലിവർ അമർത്തി കഴിഞ്ഞാൽ വിഷവാതകം നിറയുന്നു. ഇവരൊക്കെ അരമണിക്കൂറുകൾ മരിച്ച് ശവങ്ങളായി ശവക്കൂനയായിട്ട് മാറും. ഒരു ലിവർ അമർത്തിയാൽ ഈ മനുഷ്യരൊക്കെ താഴേക്ക് വീഴും. ഒരു കൺവെയർ ബെൽറ്റിലൂടെ ഇറ്റിങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അത് ഒഴുകി എത്തുന്നത് ഒരു ക്രിമിറ്റേറിയത്തിലാണ്. അവിടെ വെച്ച് ഇലക്ട്രിക് ക്രിമിറ്റേറിയത്തിൽ ഇത് ചാരമായി മാറും. മറ്റൊരു ലിവർ അമർത്തിക്കഴിഞ്ഞാൽ ഈ ചാരം മുഴുവൻ വീണ്ടും താഴെ വീഴുകയും മറ്റൊരു കൺവെയർ ബെൽറ്റിലൂടെ ഇത് പാടത്തെത്തുകയും ചെയ്യും. അങ്ങനെ 500 മനുഷ്യരുടെ കൂട്ടങ്ങളെ നിരന്തരമായി കൊന്ന് കശാപ്പ് ചെയ്ത് ചാരമായിട്ട് പാടത്തൊഴിക്കുക ഒരു സ്വേച്ഛാധിപതിയായിരുന്നു ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറാണ് ഫാസിസത്തിൻ്റെ വളരെ വികൃതമായിട്ടുള്ള മുഖം. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിലേക്ക് ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം അതിനെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഭരണകൂട സംവിധാനങ്ങളെ മുഴുവനും തകർക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഫാസിസ്റ്റ് പ്രവണതയുണ്ട്. അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊന്നും വലിയ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഫാസിസ്റ്റ് പ്രവണതയുള്ള ഒരു സർക്കാരാണ് ഇത് എന്നൊക്കെ പറയും. പക്ഷെ എപ്പോഴും ജാഗ്രതയോട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്കെതിരെ ഉള്ള നിലപാട് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇവിടെ ഈ ചർച്ച ഈ സമ്മേളനത്തിൽ പ്രധാന ഒരു വിഷയമായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ, പാർട്ടിക്കകത്ത് നിലനിന്നിരുന്ന രീതികൾക്ക് വ്യത്യാസം വന്നിട്ടാണ്. സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് സീതാറാം യെച്ചൂരി CPM-ഉം കോൺഗ്രസിനെയും ഒരുമിച്ച് കൂട്ടി ഇണക്കി മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കാഴ്ചപ്പാടിൽ പെട്ടതാണ് BJP എന്ന് പറഞ്ഞാൽ വർഗീയ ഫാസിസ്റ്റ് സംഘടനയാണ് എന്ന് വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അത്രയും പറയാനായിട്ട് പ്രകാശ് കാരാട്ട് ഇപ്പോൾ എന്തായാലും തയ്യാറല്ല. ഇതിന് ഫാസിസ്റ്റ് പ്രവണത മാത്രമേ ഉള്ളൂ. അതിന് സഹാക്കൾ കൊടുക്കുന്നതിന് ന്യായീകരണം ഇതാണ്: നിങ്ങൾ ഫാസിസ്റ്റ് സർക്കാരിന് കീഴിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനായിട്ട് കഴിയുമോ? ഇല്ല. ഫാസിസ്റ്റ് ഭരണകൂടത്തിനകത്ത് നമ്മളുടെ ചുമരുകൾക്ക് പോലും ചെവിയുണ്ടാവും. അതെ അല്ലേ? സ്റ്റാലിൻ ഭരണകാലത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ്. അവിടെ സ്റ്റാലിൻ സർക്കാരിനെതിരെ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ ചുമരുകൾ അത് കേൾക്കും. അത് അദ്ദേഹത്തിൻ്റെ രഹസ്യ പോലീസ് അറിയും. ഒരു ദിവസം നിങ്ങൾ രാത്രിയിൽ നിങ്ങളുടെ വാതിലിൽ മുട്ട് കേൾക്കാം. വാതിൽ തുറക്കുന്ന നിങ്ങൾ മരണക്കയത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നും ആരും അറിയില്ല. പിന്നീട് തിരിച്ചു വരവില്ല. നിങ്ങൾ കാണില്ല, നിങ്ങളില്ലാതാവും. അങ്ങനെ അപ്രത്യക്ഷമായ 100 കണക്കിന് മനുഷ്യരാണ് ഒരു കാലത്ത് റഷ്യയിലുണ്ടായിരുന്നു. 100 കണക്കിന് സഹാക്കൾ തന്നെ അങ്ങനെ പ്രത്യക്ഷമായ കാലമുണ്ട്. അതാണ് ഫാസിസം എന്ന് പറയുന്നത്. ആ ഫാസിസം ആണ് മോദിയുടെ ഫാസിസം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാൽ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. ശരി.